ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇന്ന് കർക്കിടക വാവായിട്ട് ഞാൻ ലീവാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ കുറച്ച് പണിയൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വല്യമ്മേൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെയാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡും കാര്യങ്ങളും വെച്ച് കൊടുക്കലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കുളിയും കഴിഞ്ഞ് മോനൂട്ടരെയും കൂട്ടി മോളും എഴുന്നേറ്റേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവനോട് ഞാൻ വീഡിയോ എടുത്തരാൻ പറഞ്ഞപ്പോൾ അവനെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ചിലപ്പം എന്താ പറയുക, ഷേക്കൊക്കെ ആക്കിയിട്ട് അങ്ങനെ പറഞ്ഞ് ഞാൻ തന്നെ പോയി കട്ടാക്കണം, അങ്ങനെ എടുത്തതാണ് കേട്ടോ. പോകുമ്പോൾ കുറച്ച് വീഡിയോ കുറേ ദിവസമായില്ലേ നമ്മൾ ലെങ്ത്തുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. എപ്പോഴും ഷോർട്ടായിട്ട് വീഡിയോ ഇട്ട് പോവുക ചെയ്യാം. അപ്പോൾ ഇന്നെന്തായാലും ഫുള്ളായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡബ് ചെയ്യുന്നതന്നെ കുറേ ദൂരം ഭയങ്കര മഴ. എന്നു വെച്ച് കഴിഞ്ഞാൽ ആ രാവിലത്തെ കുറച്ചൊന്ന് തോർന്ന ശേഷം പിന്നെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഞങ്ങളിതായി വീട്ടിലേക്ക് ഇങ്ങനെ കയറി പോവാം കേട്ടോ. നമ്മൾ കുറച്ച് കുന്നിൻ്റെ മേലെയാണ് കേട്ടോ വീട്. അതിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ നല്ല കുന്നാണ്. അപ്പോൾ ഇത് നമ്മളെ റംബൂട്ടാൻ്റെ മരമാണ്. മഴ ആയതുകൊണ്ട് എല്ലാം താഴെ പോയി, ഒന്നും തിന്നാൻ കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളവിടെ പോകുമ്പോഴത്തേക്കും അമ്മമ്മ ചക്ക അരിഞ്ഞ് വെക്കുന്നുണ്ട്. അമ്മമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെ ഏച്ചിയാണ് കേട്ടോ, വല്യമ്മ അങ്ങനെയൊക്കെ പറയും നമ്മളിവിടെ. അപ്പം ഫുഡൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എന്താ പറയുക, നമ്മൾ കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് മുളീഷം എന്നൊക്കെ പറയും, ചക്ക മുളീഷം കടലയും ഇതൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത് ഇളക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഉറപ്പായിപ്പോയി. അപ്പം അനിയൻ ചെക്കനുണ്ടായിരുന്നു, അവനോട് പറഞ്ഞോടാ വന്നിട്ടൊന്ന് സെറ്റാക്കി തടാ പറഞ്ഞു. അങ്ങനെ അതിനിടയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞു, എൻ്റെ വീഡിയോ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വന്നിട്ട് ഇങ്ങനെന്താ എല്ലാവരും കാണും. അപ്പം അങ്ങനെ വീഡിയോയിലൊന്നും നിൽക്കുന്ന കൂടുതലൊന്നുമല്ല, ഞാൻ ഇവരൊക്കെ കാണാതെയാണ് പലപ്പോഴും ഓരോ വീഡിയോ ഒക്കെ ഒപ്പിച്ച് വെക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ കൂട്ടുകറി റെഡിയാക്കിയ ശേഷം സാമ്പാർ അതിൻ്റെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചു. അപ്പോൾ അതൊക്കെ ഓരോരാൾ ആൻറ്റി അതിനിടക്ക് പിന്നെ അടുത്ത പരിപാടിയാണ്. ഓരോരോ സെറ്റായിട്ട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല, പണികളൊക്കെ എളുപ്പമായി തീർന്നു. അപ്പോൾ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു, വിട്ടുന്നത് അമ്മമ്മയാണ് കേട്ടോ. ഇത് അമ്മമ്മയാണേ, പിന്നെ അത് അച്ചാച്ചനാണ് കേട്ടോ. അന്ന് അടുക്കത്തുള്ളത് എൻ്റെ അമ്മയാണ്. അമ്മേനെ പിന്നെ പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അത് അപ്പുറം ഇരിക്കുന്ന ഏച്ചിയാണ്. പിന്നെ കുടുംബക്കാരൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇത് വരുമ്പോഴാണ് ഒന്നിച്ച് കാണുന്നതും കൂടുന്നതൊക്കെ. ഇതിൽ മിസ്സായ 2-3 ആളുണ്ട്, അപ്പം വരാൻ പറ്റിയില്ല. വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ വരും, സാരമില്ല. അപ്പോൾ ഫുഡൊക്കെ റെഡിയായ ശേഷം ഓരോരാൾ ഇരുന്നു. ഫസ്റ്റ് ആണുങ്ങളൊക്കെ ഫസ്റ്റ് ടൈം അവർ ഇരുന്ന് പോയി. ആ വീഡിയോ ഒന്നും എടുത്ത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ മാത്രം ഇരുന്ന് സാമ്പാറും പച്ചടിയും കൂട്ടുകറിയും എന്താ പറയുക അച്ചാർ ആൻറ്റി താഴെ വീട്ടിൽ നിന്ന് ആക്കിക്കൊണ്ടുവന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങളങ്ങനെ കഴിച്ചു. ഓരോരോ കഥകളും വിശേഷങ്ങളൊക്കെ ആയി പറഞ്ഞ് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എന്താ പറയുക ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളത്. നിങ്ങളെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാം. പിന്നെന്താ പറയുക, പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ പറ്റും പോലൊക്കെ വീഡിയോസ് വരുന്നതായിരിക്കും ഷോർട്ടായിട്ടും. എന്താ വെച്ചാൽ എല്ലാം ഷോർട്ടായിട്ട് ഇടാനാണ് എനിക്ക് താല്പര്യം. കാരണം നമ്മൾ തിരക്കും പ്രയാസങ്ങളുടെ ഇടയിൽ വീഡിയോ ലെങ്ത്തിൽ എടുക്കാനും ഡബ് ചെയ്യേണ്ട സൗകര്യം പോലും ഉണ്ടാവില്ല. ചില സമയത്ത് പിള്ളേരുടെ സൗണ്ട് കൊണ്ട് എനിക്ക് എവിടെയും പുറത്ത് പോയിരുന്നിട്ട് പാത്തിട്ടാണ് ചില സമയത്തൊക്കെ നമ്മൾ ഡബ് ചെയ്യുന്നത്. ഭയങ്കര സൗണ്ടായിരിക്കും. അതൊക്കെ കൊണ്ട് തന്നെ ഇന്നങ്ങനെയാണ്. അപ്പം നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരിക്കും ടാറ്റാ.